നമ്മുടെ ശരീരം പറയുന്ന ഏതൊരു കാര്യവും നമ്മുടെ തലച്ചോറ് വിശ്വസിക്കുകയും തലച്ചോറ് അത് നടപ്പാക്കാനുള്ള ഓർഡറായിട്ട് സ്വീകരിക്കുകയും ചെയ്യും എന്നാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ഈ പൊള്ളലേറ്റ മെസ്സേജ് നിങ്ങളുടെ തലച്ചോറിലെത്തുമ്പോൾ തലച്ചോറ് പ്രതികരിക്കുന്നു. എങ്ങനെ? വേദന പുറപ്പെടുവിച്ചുകൊണ്ട്. തലച്ചോറുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു ശരീരം തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നമ്മൾ എവിടെയെങ്കിലും പൊള്ളലേൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് അറിയുന്നില്ല, ഈ ഒരു പൊള്ളിയ മെസ്സേജ് തലച്ചോറിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വേദന അറിയുന്നുമില്ല. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള അറിയിപ്പുകളാണ് തലച്ചോറിന് പ്രവർത്തിക്കാനുള്ള ഓർഡറായിട്ട് എത്തുന്നത്. നിങ്ങൾ ഒരു ധനികൻ്റെ ജീവിത ശൈലി ശീലിച്ചു കഴിഞ്ഞാൽ, ഒരു ധനികനെ പോലെ വസ്ത്രം ധരിക്കുക, അതുപോലെ എനിക്ക് പണമുള്ള ഒരു ധനികനാണെന്നുള്ള മനോഭാവം വരുത്തുക, അതുപോലെ ധനികനായിട്ട് നിങ്ങൾ അഭിനയിക്കുക, നിങ്ങൾ 2 വീലർ ഓടിക്കുമ്പോൾ കാർ ഓടിക്കുന്നത് പോലെ ആക്ഷൻസ് എടുക്കുക. ഇങ്ങനെ നിങ്ങൾ തെറ്റായ ധാരണകളെ നിങ്ങളുടെ ശരീരത്തിന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ശരീരം എന്ത് ചെയ്യും? ഇത് ശരിക്കും ഉള്ളതായിട്ട് യാഥാർത്ഥ്യമായിട്ട് തലച്ചോറിനെ ധരിപ്പിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ജീവിത ശൈലി നമ്മുടെ തലച്ചോറ് നമുക്ക് തരും എന്നുള്ളതാണ്. തലച്ചോറ് ഇതിനൊക്കെ ഓർഡറായിട്ടാണ്, ആജ്ഞയായിട്ടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് പണമില്ലാത്തവർ പണമുള്ളതുപോലെ നിരവധി തവണ മനസ്സുകൊണ്ട് ഉള്ളതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യുകയും അത് ശരീരം കൊണ്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക. ശരീരം പറയുന്ന ഏതൊരു കാര്യവും തലച്ചോറ് വിശ്വസിക്കും. നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആരോഗ്യവാനാണെന്നും ആരോഗ്യവാനായി ഇരിക്കുമ്പോൾ ഉള്ള നിങ്ങളുടെ ജീവിത ശൈലി എന്താണെന്നും നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഈ സങ്കല്പിക്കുന്ന രീതിക്കനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുക. അങ്ങനെയുള്ള സമയത്ത് എന്ത് സംഭവിക്കുന്നു? നിങ്ങളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യം തരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ, നിങ്ങൾക്ക് കരച്ചിൽ വരുന്ന സമയത്ത്, വേദനയിലിരിക്കുന്ന സമയത്ത് ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സന്തോഷമുള്ളതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കുക. വെറുതെ കൈയടിക്കുക. നിങ്ങളൊരു റൂമൊക്കെ അടച്ചിട്ടിട്ട് വെറുതെ കൈയടിക്കുക. അതുപോലെ തന്നെ വെറുതെ ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ശരീരം ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നു നിങ്ങളിപ്പോൾ സന്തോഷത്തിലാണ് എന്നുള്ളത്. അങ്ങനെ ബ്രെയിനിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ലൈഫിലോട്ട് ഷിഫ്റ്റ് ആകാൻ പറ്റും. ഈ മെത്തേഡ് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ മെത്തേഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷം തരും, സമ്പത്ത് തരും, ലൈഫിനെ മാറ്റിമറിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. താങ്ക് യു.